തായ്ലാൻഡ് ഇന്ന് ലോകത്തിന്റെ സെക്സ് ടൂറിസത്തിന്റെ തലസ്ഥാനമെന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഒരു നാട്. ഒരു വശത്ത് രാത്രിയെ പകലാക്കുന്ന ബാങ്കോക്കിന്റെയും പട്ടായയുടെയും നിയോൺ ലൈറ്റുകളും മസാജ് സെന്ററുകളും, മറുവശത്ത് ആത്മീയത നിറഞ്ഞ ആയിരക്കണക്കിന് ബുദ്ധക്ഷേത്രങ്ങളും. ഒറ്റനോട്ടത്തിൽ ഇത് വെറുമൊരു ടൂറിസ്റ്റ് രാജ്യമാണെന്ന് തോന്നാം. പക്ഷേ ഈ രാജ്യത്തെക്കുറിച്ച് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ ലോകശക്തികൾ ഏഷ്യ മുഴുവൻ ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ, വിയറ്റ്നാമും ബർമയും മലേഷ്യയും അടിമകളായപ്പോൾ, ഈ ഒരു രാജ്യം മാത്രം എങ്ങനെ സ്വന്തം സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ചു? വാളുകൾ കൊണ്ടോ തോക്കുകൾ കൊണ്ടോ അല്ല, ബുദ്ധി കൊണ്ട് സാമ്രാജ്യ ശക്തികളെ തോൽപ്പിച്ച ഒരു രാജ്യത്തിന്റെ കഥ. പക്ഷെ അതിന് പിന്നിൽ വെറും നയതന്ത്രം മാത്രമല്ല ഉള്ളത്. തീയിൽ വെന്ത് വെണ്ണീറായ ഒരു സ്വർണ്ണ നഗരത്തിന്റെ ഓർമ്മകളുണ്ട്. ഭ്രാന്ത് പിടിച്ച ഒരു ഭരണാധികാരിയുടെ വീഴ്ചയുണ്ട്. ഒരു യുദ്ധത്തിന്റെ പേരിൽ ലോകം ഇന്നും ചർച്ച ചെയ്യുന്ന സെക്സ് ടൂറിസത്തിന്റെ ഇരുണ്ട ചരിത്രവുമുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് തകർച്ചകളിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ സ്വതന്ത്രരുടെ നാട്. ഇതാണ് തായ്ലാന്റിന്റെ ആരും പറയാത്ത യഥാർത്ഥ ചരിത്രം. തായ് വംശജരുടെ ഉത്ഭവം ദക്ഷിണ ചൈനയിൽ നിന്നാണെന്നാണ് പഴയ ധാരണ. പക്ഷെ ഇന്ന് മിക്ക ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് തായ് വംശജരുടെ തുടക്കം ഇന്നത്തെ വടക്കൻ വിയറ്റ്നാമിലെ ദിയൻ ബിയൻ ഭൂ എന്ന പ്രദേശത്തു നിന്നാണെന്നാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ അവിടെ നിന്ന് തെക്കോട്ടേക്ക് കുടിയേറാൻ തുടങ്ങി. ചൈനീസ് സൈന്യങ്ങളുടെ ആക്രമണങ്ങളും നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ കലാപങ്ങളും തായ് വിഭാഗങ്ങളെ തെക്കോട്ടും തെക്കു പടിഞ്ഞാറോട്ടും കുടിയേറാൻ പ്രേരിപ്പിച്ചു. ചില കലാപങ്ങൾ അത്രയും ഭീകരമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകൾ കലാപത്തിൽ പങ്കെടുത്തതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ഈ തുടർച്ചയായ അസ്ഥിരതകളിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു പല തായ് സമൂഹങ്ങളും പുതിയ പ്രദേശങ്ങൾ തേടി തെക്കോട്ട് നീങ്ങിയത്. അവർ ഇന്ന് നമ്മൾ കാണുന്ന തായ്ലാന്റ് പ്രദേശത്ത് എത്തുമ്പോൾ അവിടെ മോൻ, ഖമർ, മലയ് കമ്മ്യൂണിറ്റികൾ ജീവിച്ചിരുന്നു. 1238 തായ് നേതാവായ ശ്രീ ഇന്ദ്രദിത്യ ഖമർ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇന്നത്തെ വടക്കൻ തായ്ലാന്റിലുള്ള സുഖോത്തായ് എന്ന രാജ്യം സ്ഥാപിച്ചു. അവിടുത്തെ ജനങ്ങൾ സ്വയം വിളിച്ച പേരാണ് തായ്. അതിന്റെ അർത്ഥം സ്വതന്ത്രൻ എന്നാണ്. എങ്കിലും ഈ പദത്തിന്റെ യഥാർത്ഥ ഉത്ഭവത്തെക്കുറിച്ച് ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാജാവ് രാം കെങ് ഹെങ്ങിന്റെ കാലത്ത്, അതായത് 1279 മുതൽ 1298 വരെയുള്ള കാലഘട്ടത്തിൽ തായ് ലിപി രൂപപ്പെട്ടു. 1292 ഒരു ശിലാലിഖിതമാണ് ഇതിന്റെ ഏറ്റവും പഴയ തെളിവ്. ഇതേ സമയത്ത് തന്നെയാണ് ബുദ്ധമതം വളർന്നതും വ്യാപാരം ശക്തമായതും. പക്ഷെ സുഖോത്തായ് രാജ്യത്തിന് ഈ അധികാരം 2 നൂറ്റാണ്ട് പോലും നീണ്ടു നിന്നില്ല. തെക്ക് നിന്നും വളർന്നു വന്ന പുതിയൊരു ശക്തി അവരെ തകർത്ത് അവിടെ അധികാരം പിടിച്ചെടുത്തു. ആ രാജ്യമാണ് ആയുത്തയ. 1351 രാജാവ് ഉത്തോങ് സ്ഥാപിച്ച ആയുത്തയ രാജ്യം പിന്നീട് 4 നൂറ്റാണ്ടുകളിലേറെ കാലം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറി. ചരിത്രകാരനായ ജോർജ് മോഡൽസ്കിയുടെ കണക്ക് പ്രകാരം 1700ഓടെ ആയുത്തയ ലോകത്തെ ഏറ്റവും വലിയ നഗരമായിരുന്നു. ഏകദേശം 10 ലക്ഷം ജനങ്ങൾ അവിടെ ജീവിച്ചിരുന്നു. ചൈന, പേർഷ്യ, ജപ്പാൻ, പോർച്ചുഗൽ, നെതർലാൻഡ്, ഫ്രാൻസ് അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വ്യാപാരികൾ അവിടെ എത്തിയിരുന്നു. 1511 പോർച്ചുഗീസ് ദൂതനായ ദുവാത്തെ ഫെർണാണ്ടസ് ആദ്യമായി ഇവിടെ എത്തിയ യൂറോപ്യനാണ്. പിന്നീട് രാജാവ് നാരായ് ഫ്രാൻസിലെ വെർസൈൽ കൊട്ടാരമായി നേരിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം കോൺസ്റ്റന്റൈൻ ഫാൽക്കോൺ എന്ന ഗ്രീക്ക് സാഹസികനെ തന്റെ ചീഫ് മിനിസ്റ്ററായി വരെ നിയമിച്ചു. പക്ഷെ കാലക്രമേണ യൂറോപ്യൻ ശക്തികൾ വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങിയില്ല, മതപരിവർത്തനത്തിലും അവർ കൂടുതൽ ശ്രദ്ധ കാണിച്ചു. എന്നാൽ 1688 സിയാം, അതായത് ഇന്നത്തെ തായ്ലാന്റ്, ഫ്രഞ്ചുകാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അതിനുശേഷം ഏകദേശം 150 വർഷത്തേക്ക് സിയാം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ വാതിലുകൾ അടച്ചു. വിദേശ ശക്തികളുടെ രാഷ്ട്രീയവും സൈനികമായ ഇടപെടലുകളും പരമാവധി അവർ ഒഴിവാക്കി. പക്ഷെ യഥാർത്ഥ ഭീഷണി യൂറോപ്പിൽ നിന്നായിരുന്നില്ല, അത് ബർമയിൽ നിന്നായിരുന്നു, അതായത് ഇന്നത്തെ മ്യാൻമറിൽ നിന്ന്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ മൊത്തം 26ഓളം ബർമീസ് സിയാമീസ് യുദ്ധങ്ങൾ നടന്നു. ഒടുവിൽ 1767 ബർമീസ് സൈന്യം ആയുത്തയെ പൂർണ്ണമായി നശിപ്പിച്ചു. നഗരം കത്തിച്ചു, ജനങ്ങളെ ബന്ദികളാക്കി കൊണ്ടുപോയി, രേഖകളും കലാസമ്പത്തുകളും ചാരമാക്കി. ഏകദേശം 2 ലക്ഷത്തോളം ജീവനുകൾ ആ യുദ്ധത്തിൽ നഷ്ടമായി. അവിടുത്തെ അവസാനത്തെ രാജാവായ ഏകത്താത്തിന് ഒളിവിൽ കഴിയേണ്ടി വന്നു. 10 ദിവസത്തിനുള്ളിൽ പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. അയുത്തയ രാജ്യം വീണപ്പോൾ തായ്ലാന്റിന്റെ ചരിത്രം അവിടെ അവസാനിച്ചുവെന്ന് ലോകം വിശ്വസിച്ചു. പക്ഷെ ഒരാളുടെ വരവോടെ എല്ലാം മാറി മറിഞ്ഞു. അയാളുടെ വരവ് ഒരു രാജ്യത്തിന്റെ തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല, അതൊരു രാജ്യത്തിന്റെ പുനർജന്മമായിരുന്നു. അയുത്തയ രാജ്യത്തിന്റെ പതന സമയത്ത് സിയാമിന്റെ സൈന്യത്തിലെ ഏറ്റവും കഴിവുള്ള സൈനിക നായകനായിരുന്നു തക്സിൻ. രാജ്യം തകർന്നു വീണപ്പോൾ പലരും പ്രതീക്ഷ കൈവിട്ടു. പക്ഷെ തക്സിൻ അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം ഇന്നത്തെ പട്ടായ നഗരത്തിന് സമീപമുള്ള ചോൻപുരി മേഖലയിലേക്കും പിന്നീട് റയോങ്ങിലേക്കും പോയി അവിടെ ഒരു ചെറിയ സൈന്യം രൂപീകരിച്ചു. 1767 ജൂൺ 15 ഇന്നത്തെ ബാങ്കോക്കിന് സമീപമുള്ള കിഴക്കൻ തീരപ്രദേശമായ ചാന്തപുരി തക്സിൻ പിടിച്ചടക്കി. അത് വലിയൊരു വഴിത്തിരിവായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ ബർമീസ് സൈന്യത്തെയും പുറത്താക്കി. ഇന്നത്തെ ബാങ്കോക്കിന്റെ
ഭാഗമായ തേൻപുരിയിൽ പുതിയ തലസ്ഥാനം സ്ഥാപിച്ചു. രാജ്യം പുനർനിർമ്മിക്കാൻ അദ്ദേഹം ചൈനീസ് വ്യാപാരികളെയും തൊഴിലാളികളെയും പ്രോത്സാഹിപ്പിച്ചു. ഇത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ അതിവേഗം വീണ്ടെടുക്കാൻ സഹായിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന ഭാഗം അത്ര വിജയകരമല്ലായിരുന്നു. കാലക്രമേണ തക്സിൻ കടുത്ത മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടുതൽ അസ്ഥിരമായി. അങ്ങനെ 1782 അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തക്സിന്റെ മരണത്തോടെ കഥ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ സൈനിക കമാൻഡറായ ജനറൽ ചക്രി അധികാരത്തിലെത്തി. പിന്നീട് അദ്ദേഹം രാമ ഒന്നാമൻ എന്ന പേരിൽ സിംഹാസനത്തിലേറി. അതോടെയാണ് ഇന്നും തായ്ലാന്റ് ഭരിക്കുന്ന ചക്രി രാജവംശത്തിന്റെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഇന്നും അവിടെ ഭരണം നടത്തുന്ന ഇതേ രാജവംശമാണ്. അവർ തലസ്ഥാനം ഒന്നുകൂടി മാറ്റി രത്തനക്കോസിലേക്ക്, അതായത് ഇന്നത്തെ ബാങ്കോക്കിലേക്ക്. ഇന്നും തായ്ലാന്റിന്റെ തലസ്ഥാനം ബാങ്കോക്ക് ആണ്. ഇവിടെ നിന്നാണ് ആധുനിക തായ്ലാന്റിന്റെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചരിത്രം പുതിയ വഴിത്തിരിവിലെത്തി. ഒരു വശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ബർമയും മലേഷ്യയും പിടിച്ചെടുത്തു. മറ്റൊരു വശത്ത് ഫ്രഞ്ചുകാർ വിയറ്റ്നാമും ലാവോസും കൂടി പിടിച്ചടക്കിയപ്പോൾ സിയാം, അതായത് തായ്ലാന്റ്, ഇതിന്റെ എല്ലാം നടുവിലായി പോയി. അധിനിവേശം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന സാഹചര്യം. എന്നാൽ അതിനെ നേരിടാൻ തായ് നേതാക്കൾ ആയുധങ്ങളല്ല എടുത്തത്, നയതന്ത്രമാണ് തിരഞ്ഞെടുത്തത്. രാജാവ് മോങ്കുട്ട് അഥവാ രാമ നാലാമൻ രാജാവാകുന്നതിന് മുമ്പ് 26 വർഷം ബുദ്ധ സന്യാസിയായി ജീവിച്ചു. അക്കാലത്ത് അദ്ദേഹം ലാറ്റിൻ, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകൾ അഭ്യസിക്കുകയും പശ്ചിമ ലോകത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. 1855 ബ്രിട്ടീഷ് ദൂതനായ ജോൺ ബൗറിങ്ങുമായി രാജാവ് മോങ്കുട്ട് ബൗറിംഗ് ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടിയിലൂടെ സിയാമിൽ ബ്രിട്ടന് സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ള അധികാരം നൽകി. പകരമായി ബ്രിട്ടനുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്താനും രാജ്യത്തെ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കാനും സിയാമിന് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ചൂളാലോങ്കൻ അധികാരത്തിലെത്തി. അദ്ദേഹം രാജ്യത്തെ ആധുനികവൽക്കരിക്കാൻ വലിയ പരിഷ്കരണങ്ങൾ നടത്തി. അടിമത്തം അവസാനിപ്പിച്ചു. ആധുനിക കോടതികളും ബ്യൂറോക്രാറ്റിക് സിസ്റ്റവും സൃഷ്ടിച്ചു. റെയിൽവേയും ടെലിഗ്രാഫും നിർമ്മിച്ചു. അങ്ങനെ ലോകത്തിനു മുന്നിൽ സിയാമിനെ ഒരു ആധുനിക രാഷ്ട്രമായി അവതരിപ്പിച്ചു. പക്ഷെ ഇതിനൊക്കെ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. 1893 ഫ്രഞ്ച് കപ്പലുകൾ ബാങ്കോക്കിന് മുന്നിൽ നങ്കൂരമിട്ടു. ഫ്രാൻസിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ സിയാം രാജ്യത്തിന് വഴങ്ങേണ്ടി വന്നു. മെക്കോൺ നദിയുടെ കിഴക്കുള്ള ലവോസിന്റെ വലിയൊരു ഭാഗവും ഫ്രാൻസിന് കൊടുക്കേണ്ടി വന്നു. പിന്നീട് 1909 ഇന്നത്തെ മലേഷ്യയിലുള്ള 4 മലയ് സംസ്ഥാനങ്ങൾ ബ്രിട്ടന് കൈമാറി. സിയാമിന് അങ്ങനെ അവരുടെ ഭൂമി നഷ്ടമായി. പക്ഷേ രാജ്യം നഷ്ടമായില്ല. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിജയവും. ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു ബഫർ സ്റ്റേറ്റായി സിയാം നിലനിന്നു. അങ്ങനെ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ അധിനിവേശത്തിന് കീഴിലാകാതെ ഏക രാജ്യമായി അത് നിലനിന്നു. പക്ഷെ അതോടെ സിയാമിന്റെ യാത്ര അവസാനിച്ചിട്ടില്ല. ലോകവേദിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനായിരുന്നു അടുത്ത ലക്ഷ്യം. 1917 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കും ഓസ്ട്രിയ ഹംഗറിക്കും എതിരെയുള്ള സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്ന് തായ്ലാന്റ് യുദ്ധം പ്രഖ്യാപിച്ചു. ഈ ഒരൊറ്റ തീരുമാനം പിന്നീട് രാജ്യത്തിന് വലിയ അന്താരാഷ്ട്ര അംഗീകാരം നേടിക്കൊടുത്തു. ഇതിന്റെ ഭാഗമായി ലോക സമാധാനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒന്നാകാൻ സിയാമിന് കഴിഞ്ഞു. അതുപോലെ 1920 മുതൽ 1925 വരെയുള്ള കാലത്ത് പശ്ചിമ ശക്തികൾക്ക് സിയാമിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാ ടെറിട്ടോറിയൽ അവകാശങ്ങളും ഒഴിവാക്കാൻ സാധിച്ചു. അങ്ങനെ സ്വന്തം പരമാധികാരവും സ്വാതന്ത്ര്യവും പൂർണ്ണമായി തിരിച്ചു പിടിക്കുന്നതിൽ സിയാം മറ്റൊരു വലിയ വിജയം കൂടി സ്വന്തമാക്കി. 1932 സിയാമിന്റെ ചരിത്രത്തിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി സംഭവിച്ചു. രക്തരഹിതമായ ഒരു വിപ്ലവം. ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് പാരീസിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ഒരു കൂട്ടം യുവ നേതാക്കളായിരുന്നു. അവരിൽ പ്രീഡി ഫനോം യോങ്ങും ഫിബുൻ സോക്രാമും ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു. ഈ വിപ്ലവത്തോടെ സിയാമിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന രാജവാഴ്ച അവസാനിച്ചു. അതിന്റെ സ്ഥാനത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി നിലവിൽ വന്നു. അതായത് രാജാവ് ഉണ്ടാകും, പക്ഷെ അധികാരം ഭരണഘടനയുടെ പരിധിക്കുള്ളിലായിരിക്കും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ പേര് തന്നെ മാറി. 1939 ദേശീയവാദ നേതാവും പിന്നീട് ഏകാധിപതിയുമായ ഫിബുൻ സോക്രാം സിയാം എന്ന പേര് മാറ്റി തായ്ലാന്റ് എന്നാക്കി. അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ നാട് എന്നാണ്. പക്ഷെ ലോകം അപ്പോഴേക്കും മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക്. 1941 ഡിസംബർ 8 പേൾ ഹാർബർ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ജപ്പാൻ തായ്ലാന്റിലേക്ക് എത്തി. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: തായ്ലാന്റിലൂടെ കടന്ന് മലേഷ്യ ആക്രമിക്കുക. ആദ്യഘട്ടത്തിൽ തായ് സൈന്യം ചെറിയ തോതിൽ പ്രതിരോധം നടത്തി. പക്ഷെ അധികം വൈകാതെ ഫിബുൻ സോക്രാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് തായ്ലാന്റ് ജപ്പാനുമായി സഖ്യം സ്ഥാപിച്ചു. 1942 ജനുവരിയിൽ ബ്രിട്ടനോടും അമേരിക്കയോടും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. പുറമേ നോക്കുമ്പോൾ കഥ അവിടെ കഴിഞ്ഞുവെന്ന് തോന്നും. പക്ഷെ ശരിക്കുമുള്ള കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ യുദ്ധ പ്രഖ്യാപനത്തിന് പിന്നിൽ അധികമാരും അറിയാത്ത ഒരു കഥയുണ്ടായിരുന്നു. വാഷിംഗ്ടണിലെ തായ് അംബാസിഡർ ആയിരുന്ന സെനി പ്രമോജിന് സർക്കാർ ഒരു നിർണായക ഉത്തരവയച്ചു.
അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനം കൈമാറാൻ. പക്ഷെ അദ്ദേഹം ആ ഉത്തരവ് അനുസരിച്ചില്ല. സർക്കാരിന്റെ നേരിട്ടുള്ള ഉത്തരവായിരുന്നിട്ട് കൂടിയും യുദ്ധപ്രഖ്യാപനം അമേരിക്കയ്ക്ക് കൈമാറാൻ അദ്ദേഹം വിസമ്മതിച്ചു. ആ ഒരൊറ്റ തീരുമാനം പിന്നീട് ചരിത്രത്തിന്റെ ഗതി മാറ്റി. കാരണം തായ്ലാന്റിന്റെ യുദ്ധപ്രഖ്യാപനം അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി ലഭിക്കാതിരുന്നതിനാൽ അമേരിക്ക ഒരിക്കലും തായ്ലാന്റിനെ ശത്രുരാജ്യമായി അംഗീകരിച്ചില്ല. അതേസമയം രാജ്യത്തിനുള്ളിൽ മറ്റൊരു രഹസ്യ പോരാട്ടം കൂടി നടക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ഭരണാധികാരിയായിരുന്ന പ്രീഡി ഫനോയോങ് ആയിരുന്നു അതിന് പിന്നിൽ. പുറമെ ജപ്പാനുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും രഹസ്യമായി അദ്ദേഹം ഫ്രീ തായ് മൂവ്മെന്റ് എന്നൊരു സംഘടന നയിക്കുന്നുണ്ടായിരുന്നു. ഈ സംഘടന സഖ്യകക്ഷികളുമായി കൈകോർത്ത് ജപ്പാനെതിരെയുള്ള നീക്കങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്തു. അവർക്ക് വേണ്ട വിവരങ്ങൾ ചോർത്തി നൽകിയും പ്രതിരോധ നിര കെട്ടിപ്പടുത്തും ജപ്പാനെതിരെ അവർ നിരന്തരം പോരാടിയിരുന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ ഈ രഹസ്യ നീക്കങ്ങളെല്ലാം തായ്ലാന്റിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു. മറ്റു പല രാജ്യങ്ങളും യുദ്ധത്തിന് ശേഷം വലിയ ശിക്ഷാ നടപടികൾ നേരിട്ടപ്പോൾ തായ്ലാന്റ് അതിൽ നിന്നെല്ലാം താരതമ്യേന എളുപ്പത്തിൽ രക്ഷപ്പെട്ടു. അവർ സ്വന്തം സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചു. അതുമാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് വിശ്വാസം വീണ്ടെടുക്കാനും പിന്നീട് ഐക്യരാഷ്ട്ര അംഗത്വം നേടിയെടുക്കാനും തായ്ലാന്റിന് കഴിഞ്ഞു. ഒരു അംബാസഡർ ഒരു ഉത്തരവ് കൈമാറാൻ വിസമ്മതിച്ചതും ഒരു നേതാവ് രഹസ്യമായി പ്രതിരോധ പ്രസ്ഥാനം നയിച്ചതും ചേർന്നതാണ് ഒരു രാജ്യത്തിന്റെ ഭാവി മാറ്റിയത്. പക്ഷെ യുദ്ധം കഴിഞ്ഞതോടെ തായ്ലാന്റിന്റെ കഥ അവസാനിച്ചില്ല. വാസ്തവത്തിൽ ലോകം ഇന്നറിയുന്ന ആധുനിക തായ്ലൻഡ് രൂപപ്പെടാൻ പോകുന്നത് അതിനുശേഷമാണ്. അതിനൊപ്പം ഒരു അസ്വസ്ഥമാകുന്ന സത്യവും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം വീണ്ടും രണ്ട് ചേരികളായി വിഭജിക്കപ്പെട്ടു. ഒരു വശത്ത് അമേരിക്ക, മറ്റൊരു വശത്ത് സോവിയറ്റ് യൂണിയൻ. കോൾഡ് വാർ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ തായ്ലാന്റ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നായി മാറി. 1954 രൂപം കൊണ്ട സിയാറ്റോ എന്ന സുരക്ഷാ സഖ്യത്തിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒന്നായിരുന്നു തായ്ലാന്റ്. കൊറിയൻ യുദ്ധത്തിലും പിന്നീട് വിയറ്റ്നാം യുദ്ധത്തിലും തായ് സൈന്യം പങ്കെടുത്തു. അതോടൊപ്പം അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് തായ്ലാന്റ് നിരവധി താവളങ്ങളും അനുവദിച്ചു. ഇതിനിടയിൽ മറ്റൊരു വലിയ മാറ്റം രാജ്യത്ത് നടക്കുകയായിരുന്നു. 1960-ൽ തായ്ലാന്റ് ടൂറിസം അതോറിറ്റി സ്ഥാപിക്കപ്പെട്ടു. രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു പ്രമുഖ ടൂറിസം കേന്ദ്രമായി സ്വയം അവതരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു സത്യമുണ്ടായിരുന്നു. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്ക തായ്ലാന്റിനെ ഔദ്യോഗികമായി റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ കേന്ദ്രമായി ഉപയോഗിച്ചു. യുദ്ധഭൂമിയിലേക്ക് വിശ്രമത്തിനായി ആയിരക്കണക്കിന് പട്ടാളക്കാർ ബാങ്കോക്കിലേക്കും പട്ടായയിലേക്കും എത്തി. ഇത് വിനോദ വ്യവസായത്തിന്റെ വൻ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. അതിൽ സെക്സ് ടൂറിസവും ഉൾപ്പെട്ടിരുന്നു. യുദ്ധം അവസാനിച്ചിട്ടും ഈ വ്യവസായം ഇല്ലാതായില്ല. മറിച്ച് അന്താരാഷ്ട്ര ടൂറിസം വളർന്നതോടെ അത് കൂടുതൽ വ്യാപിച്ചു. ഇതിനൊപ്പം മനുഷ്യക്കടത്ത്, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ, അന്താരാഷ്ട്ര വിമർശനങ്ങൾ തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങളും തായ്ലാന്റിനെതിരെ ഉയർന്നു. തായ് സർക്കാർ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഈ വിഷയം ഇപ്പോഴും ടൂറിസം ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. പക്ഷെ കാലയളവിൽ തായ്ലാന്റ് മറ്റൊരു മേഖലയിലേക്കും വലിയ മുന്നേറ്റം നടത്തുന്നുണ്ടായിരുന്നു. രാജ്യം ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒരു വ്യാവസായിക സമ്പദ് ശക്തിയായി മാറുകയായിരുന്നു. 1980-കളോടെ തായ്ലാന്റ് അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിച്ചു. ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി അത് മാറി. ലോകം തായ്ലാന്റിനെ ഒരു പുതിയ ഏഷ്യൻ സാമ്പത്തിക ശക്തിയായി കണ്ടു തുടങ്ങി. പക്ഷെ എല്ലാ വളർച്ചയ്ക്കും ഒരു പരീക്ഷണ കാലമുണ്ട്. തായ്ലാന്റിലും അത് വന്നു. 1997-ൽ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം തായ് ബാത്തിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ബാങ്കുകൾ തകർന്നു. നിരവധി കമ്പനികൾ അടച്ചുപൂട്ടി. സമ്പദ് വ്യവസ്ഥ വലിയ ആഘാതം നേരിട്ടു. തായ്ലൻഡിൽ ആരംഭിച്ച ഈ പ്രതിസന്ധി പിന്നീട് ഏഷ്യയിലാകെ വ്യാപിച്ച് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയി മാറി. പക്ഷെ തായ്ലാന്റ് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ധനകാര്യ വ്യവസ്ഥ പുനഃസംഘടിപ്പിച്ചു. രാജ്യം വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് തിരിച്ചെത്തി. 2019 ഏകദേശം 40 ലക്ഷം ടൂറിസ്റ്റുകൾ തായ്ലൻഡ് സന്ദർശിച്ചു. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി രാജ്യം മാറി. ഇന്ന് ടൂറിസം തായ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന തൂണുകളിൽ ഒന്നാണ്. പക്ഷെ സാമ്പത്തിക വിജയത്തോടൊപ്പം രാഷ്ട്രീയ സ്ഥിരത എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നില്ല. 1932 മുതൽ ഇന്ന് വരെ തായ്ലാന്റിൽ 12-ലധികം വിജയകരമായ സൈനിക അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേത് 2014-ലായിരുന്നു. 2014-ൽ ദീർഘകാലം രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ഭൂമിബോൽ അന്തരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മഹാവജ്രലോകൻ രാമ 10-മൻ എന്ന പേരിൽ സിംഹാസനത്തിലേറി. ഇന്നും ചക്രി രാജവംശമാണ് തായ്ലാന്റിന്റെ ഔദ്യോഗിക രാജവംശം. അതേസമയം തായ് സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. 2025 ജനുവരിയിൽ തായ്ലാന്റിൽ സ്വവർഗ വിവാഹം ഔദ്യോഗികമായി നിയമവിധേയമായി. അങ്ങനെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഈ ചരിത്ര നേട്ടം കുറിക്കുന്ന ആദ്യ രാജ്യമായി അത് മാറി. ഇന്ന് തായ്ലാന്റ് ഒരേ സമയം പല മുഖങ്ങളുള്ള രാജ്യമാണ്. പുരാതന ബുദ്ധക്ഷേത്രങ്ങളുടെ നാട്, ലോക പ്രശസ്തമായ ടൂറിസം കേന്ദ്രം, കരുത്തുറ്റ വ്യാവസായിക ശക്തി, രാഷ്ട്രീയ അസ്ഥിരതയുടെ ഉദാഹരണം, അതോടൊപ്പം അസാധാരണമായ അതിജീവന ശേഷിയുടെ പ്രതീകവും. സുഖോത്തായിൽ നിന്ന് ആയുത്തയിലേക്ക്, ആയുത്തയിൽ നിന്ന് തേൻപുരിയിലേക്ക്, തേൻപുരിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക്, അധിനിവേശ ഭീഷണികളിൽ നിന്ന് ആധുനിക ലോകത്തിലേക്ക്. അങ്ങനെ നൂറ്റാണ്ടുകളോളം പിന്നിട്ടിട്ട് തായ്ലാന്റ് ലോകത്തിന് മുന്നിൽ ഒരു കാര്യം പഠിപ്പിച്ചു: ജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. തോറ്റാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം.
അതാണ് തായ്ലാന്റിന്റെ യഥാർത്ഥ ശക്തി. അതുകൊണ്ടാണ് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചരിത്രത്തിൽ സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ ലോകത്തോടൊപ്പം പൊരുത്തപ്പെട്ട് ജീവിച്ച ഒരു അപൂർവ രാജ്യമായി തായ്ലാന്റ് ഇന്നും തലയുയർത്തി നിൽക്കുന്നത്. അപ്പൊ തായ്ലാന്റിന്റെ മുഴുവൻ ചരിത്രം പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. See you on the next video.